എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട് നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനം നൽകുന്ന ഒരു പാഠമാണ്. നമ്മുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന പാഠം. ഇത് വെറുമൊരു കഥയല്ല, ശ്രീകാന്ത് ബൊള്ള എന്നൊരു യഥാർത്ഥ വ്യക്തിയുടെ ജീവിതമാണ്. കേൾക്കാൻ റെഡിയാണോ എല്ലാവരും? നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വരാറുണ്ട്, അല്ലേ? ചിലപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ട്, ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ, അങ്ങനെ പലതും. എന്നാൽ ജന്മനാ കണ്ണുകാണാൻ പറ്റാത്ത ഒരാൾ ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിന് എതിരായി നിന്നിട്ടും ആ തടസ്സങ്ങളെല്ലാം തകർത്തെറിഞ്ഞു മുന്നോട്ട് പറന്നുയർന്ന ഒരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഹൗ എക്സൈറ്റിംഗ് ഇസ് ദാറ്റ്? ശ്രീകാന്ത് ബൊള്ള. ഈ പേര് എല്ലാവരും ഓർത്തുവെക്കണം. 1991 ആന്ധ്രാപ്രദേശിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ശ്രീകാന്ത് ജനിക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയ്ക്കും സന്തോഷമുണ്ടാകുമല്ലോ. പക്ഷെ ശ്രീകാന്ത് ജനിച്ചപ്പോൾ ആ സന്തോഷത്തിനൊരു മങ്ങലുണ്ടായി. കാരണം അവന് ജന്മനാ കാഴ്ചയില്ലായിരുന്നു. അയൽക്കാരും ബന്ധുക്കളുമൊക്കെ എന്തു പറഞ്ഞെന്നറിയാമോ? അയ്യോ, ഈ കുട്ടി കുടുംബത്തിനൊരു ഭാരമാകും എന്നു പറഞ്ഞു. ചിലർ ഒരു പടി കൂടി കടന്ന് ഇവനെ അങ്ങ് കൊന്നുകളയുന്നതാണ് നല്ലത് എന്നു വരെ പറഞ്ഞു. ഓർത്തുനോക്കൂ, എന്തു ക്രൂരമായ വാക്കുകളാണല്ലേ. എന്നാൽ ശ്രീകാന്തിന്റെ അച്ഛനും അമ്മയും അതൊന്നും കേട്ടില്ല. അവർക്ക് അവരുടെ മകൻ ലോകത്തിലെ ഏറ്റവും വലിയ നിധിയായിരുന്നു. അതുകൊണ്ടുതന്നെ ശ്രീകാന്ത് പറയുമായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ എന്റെ അച്ഛനും അമ്മയുമാണ് എന്ന്. കാരണം അവരുടെ സ്നേഹത്തേക്കാൾ വലിയ ഒരു സമ്പത്തും ഈ ലോകത്തില്ലല്ലോ. കുട്ടിക്കാലത്ത് ശ്രീകാന്ത് അച്ഛന്റെ കൂടെ പാടത്തു പോകുമായിരുന്നു. പക്ഷെ കാഴ്ചയില്ലാത്തതുകൊണ്ട് അവനവിടെ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോഴാണ് അച്ഛൻ തിരിച്ചറിഞ്ഞത്, നാട്ടുകാർ പറഞ്ഞതുപോലെ കൃഷിപ്പണിക്ക് ഇവനെക്കൊണ്ട് കഴിയില്ല. ഇവന്റെ വഴി അതല്ല, വിദ്യാഭ്യാസമാണ് അവന്റെ ആയുധമെന്ന് ആ അച്ഛൻ തീരുമാനിച്ചു. എങ്ങനെയുണ്ടാ തീരുമാനം? സൂപ്പറല്ലേ? അങ്ങനെ ശ്രീകാന്തിനെ സ്കൂളിൽ ചേർത്തു. പക്ഷെ അവിടത്തെ കാര്യങ്ങൾ വളരെ കഷ്ടമായിരുന്നു. കാഴ്ചയില്ലാത്തതുകൊണ്ട് ടീച്ചർമാർ അവനെ ശ്രദ്ധിച്ചില്ല. മറ്റു കുട്ടികളൊന്നും അവന്റെ കൂടെ കളിച്ചില്ല. എപ്പോഴും ക്ലാസ്സിലെ അവസാനത്തെ ബെഞ്ചിൽ അവൻ ഒറ്റയ്ക്കിരുന്നു. ആരും മൈൻഡ് ചെയ്യാതെ ഒരു മൂലയ്ക്കിരിക്കുന്ന ആ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അന്ന് അവന് തോന്നി, ഞാനാണ് ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടിയെന്ന്. പണമില്ലാത്തതുകൊണ്ടല്ല, ഒറ്റപ്പെട്ടു പോയതുകൊണ്ട്. ഈ അവസ്ഥ കണ്ടപ്പോൾ വീട്ടുകാർ അവനെ ഹൈദരാബാദിലുള്ള അവനെ പോലുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കാൻ തീരുമാനിച്ചു. അതായിരുന്നു അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. അവിടെ ചെന്നപ്പോൾ അവൻ ശരിക്കും ഒരു സ്റ്റാർ ആയി മാറി. പഠിപ്പിൽ അവൻ ഒന്നാമനായി. അന്തേകാതു, കാഴ്ചയില്ലാത്തവരുടെ ദേശീയ ചെസ് ടീമിലും ക്രിക്കറ്റ് ടീമിലും അവൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. ജസ്റ്റ് ഇമാജിൻ. അവിടെ വെച്ചാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ലീഡ് ഇന്ത്യ എന്ന പ്രോജക്റ്റിൽ ശ്രീകാന്തും ഒരു അംഗമായി. ഇതവനെ വലിയ ആത്മവിശ്വാസം നൽകി. 10ാം ക്ലാസ്സിൽ 90% കൂടുതൽ മാർക്ക് വാങ്ങി അവൻ പാസ്സായി. അടുത്തത് എന്ത് പഠിക്കണം? അവന് സയൻസ് പഠിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ബോർഡ് എന്ത് പറഞ്ഞെന്നറിയാമോ? കാഴ്ചയില്ലാത്തതുകൊണ്ട് സയൻസ് പഠിക്കാൻ പറ്റില്ല, ആർട്സ് എടുത്താൽ മതിയെന്ന്. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് തളർന്നില്ല. അവൻ പറഞ്ഞു, ഞാൻ വിഷ്വലി ഇംപയർഡ് അല്ല, വിഷ്വലി ചാലഞ്ച്ഡ് ആണ്. അതായത് കാഴ്ച എനിക്കൊരു കുറവല്ല, ഒരു വെല്ലുവിളി മാത്രമാണ്. അത് ഞാൻ നേരിടും എന്ന്. തന്റെ ഇഷ്ടവിഷയം പഠിക്കാൻ അനുവദിക്കാത്തതിന് എതിരെ അവൻ ഗവൺമെന്റിനെതിരെ കേസ് കൊടുത്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു +1 വിദ്യാർത്ഥി ഗവൺമെന്റിനെതിരെ കേസ് കൊടുക്കുന്നു. 6 മാസത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ സ്വന്തം റിസ്കിൽ സയൻസ് പഠിക്കാൻ ഗവൺമെന്റ് അവന് അനുവാദം നൽകി. വാട്ട് എ ഫൈറ്റർ! പക്ഷെ പ്രശ്നങ്ങൾ തീർന്നില്ല. അവനെ പഠിപ്പിക്കാൻ ബ്രെയിൻ ലിപിയിലുള്ള പുസ്തകങ്ങളോ മറ്റു സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു ടീച്ചർ അവന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ആ ടീച്ചർ എല്ലാ പാഠഭാഗങ്ങളും സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് അവന് നൽകി. അവൻ ആ ഓഡിയോ ടേപ്പുകൾ കേട്ടു പഠിച്ച് +2 പരീക്ഷയിൽ 98% മാർക്ക് വാങ്ങി. എങ്ങനെയുണ്ട്? ഇത് തെളിയിക്കുന്നത് എന്താണ്? നമുക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞ് സമൂഹം മാറ്റി നിർത്തിയാലും കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ സാധിക്കുമെന്നാണ്. അടുത്ത ലക്ഷ്യം എന്തായിരുന്നു? IITയിൽ എഞ്ചിനീയറിംഗ് പഠിക്കണം. അവൻ IIT എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ചു. പക്ഷേ അപ്പോഴും നിയമം അവന് എതിരായിരുന്നു. കാഴ്ചയില്ലാത്തതുകൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് IIT അധികൃതർ അവന്റെ അപേക്ഷ നിരസിച്ചു. ഇത് കേട്ടപ്പോൾ അവൻ എന്തു ചെയ്തു കാണും? കരഞ്ഞിരുന്നോ? ഇല്ല. അവൻ പറഞ്ഞു, എന്നെ വേണ്ടാത്ത IIT എനിക്കും വേണ്ട എന്ന്. പിന്നീട് അവൻ അപേക്ഷിച്ചത് എങ്ങോട്ടാണെന്നറിയാമോ? അമേരിക്കയിലെ ലോകോത്തര യൂണിവേഴ്സിറ്റികളിൽ. MIT, സ്റ്റാൻഫോർഡ്, ബെർക്കിലി, കാർനെഗി മെല്ലൻ. ഈ പേരുകളൊക്കെ കേട്ടിട്ടുണ്ടോ?
ലോകത്തിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളാണ് ഇവയെല്ലാം. ഈ 4 യൂണിവേഴ്സിറ്റികളിൽ നിന്നും അവന് അഡ്മിഷൻ ലഭിച്ചു. അവൻ തിരഞ്ഞെടുത്തത് MIT ആയിരുന്നു. അങ്ങനെ MITയുടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ബ്ലൈൻഡ് സ്റ്റുഡന്റായി ശ്രീകാന്ത് ബൊള്ള മാറി. വാട്ട് ആൻ അച്ചീവ്മെന്റ്, വാട്ട് എ ജേർണി. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് MITയിലെത്തി. അവിടെ പഠിക്കുന്ന സമയത്ത് അവൻ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. പഠനം കഴിഞ്ഞ് അമേരിക്കയിൽ ഒരു വലിയ കമ്പനിയിൽ ജോലി വാങ്ങി കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണോ, അതോ ഞാൻ അനുഭവിച്ച പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മറ്റുള്ളവർക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യണോ എന്ന്. എന്തു ചെയ്തിട്ടുണ്ടാകൂ അവൻ? അഫ്കോഴ്സ് അവൻ രണ്ടാമത്തെ വഴി തെരഞ്ഞെടുത്തു. എന്തിനാണ് കാഴ്ചയില്ലാത്ത കുട്ടികളെ ക്ലാസ്സിലെ അവസാന ബെഞ്ചിലിരുത്തുന്നത്? ഇന്ത്യയിലെ 10% വരുന്ന ഭിന്നശേഷിക്കാരെ എന്തിനാണ് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? ഈ ചോദ്യങ്ങൾ അവനെ വേട്ടയാടി. അമേരിക്കയിലെ വലിയ ശമ്പളമുള്ള ജോലിയും സുഖപ്രദമായ ജീവിതവും വേണ്ടെന്നുവെച്ച് അവൻ ഇന്ത്യയിലേക്ക് തിരികെ വരാൻ തീരുമാനിച്ചു. എന്തിനാണെന്നറിയാമോ? തന്നെപ്പോലെ കഷ്ടപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങാകാൻ. ഇന്ത്യയിൽ തിരിച്ചെത്തിയ അവൻ തന്റെ ഒരു സുഹൃത്തുമായി ചേർന്ന് ഒരു കമ്പനി ആരംഭിച്ചു. അതിന്റെ പേരാണ് ബോളണ്ട് ഇൻഡസ്ട്രീസ്. എന്താണ് ഈ കമ്പനിയുടെ ലക്ഷ്യം? ഭിന്നശേഷിക്കാരായ ആളുകളെ കണ്ടെത്തുക, അവർക്കാവശ്യമായ പരിശീലനം നൽകുക, അവരെ സമൂഹത്തിൽ നിന്ന് വേർതിരിക്കുന്നതിനു പകരം സമൂഹത്തിലേക്ക് പുനർസംയോജിപ്പിക്കുക. അതായത് അവർക്ക് നല്ല ജോലിയും ജീവിതവും നൽകുക. അവന്റെ കമ്പനിയിൽ ആർക്കൊക്കെയാണ് ജോലി കൊടുത്തതെന്നറിയാമോ? ഭൂരിഭാഗവും ഭിന്നശേഷിക്കാർക്കാണ്. ഏകദേശം 150-ലധികം ഭിന്നശേഷിക്കാർക്ക് അവൻ ജോലി നൽകി. എന്തുതരം കമ്പനിയാണിത്? പ്രകൃതി സൗഹൃദപരമായ പാക്കിംഗ് വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണിത്. അതായത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത ഉൽപ്പന്നങ്ങൾ. ഇന്ന് ബോളണ്ട് ഇൻഡസ്ട്രീസ് കോടികൾ വിറ്റുവരവുള്ള ഒരു വലിയ സ്ഥാപനമാണ്. ഇതുകൂടാതെ ഏകദേശം 3000-ലധികം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും കായികരംഗത്തും അവൻ സഹായങ്ങൾ നൽകുന്നുണ്ട്. തന്റെ ജീവിതം കൊണ്ട് അവൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കുകയാണ്. ഇസ്ന്റ് ദാറ്റ് വണ്ടർഫുൾ? ശ്രീകാന്ത് തന്റെ ജീവിതത്തിൽ നിന്ന് 3 പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തേത്, മറ്റുള്ളവരോട് കരുണ കാണിക്കുക, അവരെ വളരാൻ സഹായിക്കുക. പണം കൊണ്ടല്ല, മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സമ്പന്നരാകുന്നത്. രണ്ടാമത്തേത്, ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ഏകാന്തത ഇല്ലാതാക്കുക. കാരണം ദാരിദ്ര്യത്തിന്റെ ഏറ്റവും മോശം രൂപം ഒറ്റപ്പെടലാണ്. മൂന്നാമത്തേത്, നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ആദ്യത്തെ പ്രയോജനം ലഭിക്കുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. അവസാനം ശ്രീകാന്ത് പറയുന്ന ഒരു വാചകമുണ്ട്. അത് നമ്മുടെ എല്ലാം മനസ്സിൽ കുറിച്ചുവെക്കണം. ഈ ലോകം എന്നെ നോക്കി പറയുമായിരിക്കും, ശ്രീകാന്ത്, നിന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. പക്ഷേ ഞാൻ ഈ ലോകത്തെ നോക്കി പറയും, എന്നെക്കൊണ്ട് എന്തും ചെയ്യാൻ കഴിയുമെന്ന്. എങ്ങനെയുണ്ട് ഈ ആത്മവിശ്വാസം? നമുക്കും വേണ്ടേ ഇതുപോലെയൊരു കോൺഫിഡൻസ്? അപ്പോൾ കൂട്ടുകാരെ, ഈ പാഠത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മുടെ മുന്നിൽ എത്ര വലിയ തടസ്സങ്ങൾ വന്നാലും, നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് എത്ര പേര് നമ്മളെ കളിയാക്കിയാലും, തളർന്നു പോകാതെ കഠിനാധ്വാനം ചെയ്യാനും സ്വപ്നങ്ങൾക്ക് പുറകെ പോകാനും നമ്മൾ തയ്യാറാണെങ്കിൽ വിജയം നമ്മളെ തേടിവരും. പ്രശ്നങ്ങളെ അവസരങ്ങളായും പരാജയങ്ങളെ പരിശീലനമായും കാണാൻ നമുക്ക് കഴിയണം. എല്ലാവരും ശ്രീകാന്തിനെപ്പോലെ ഒരു ഫൈറ്ററാകാൻ ശ്രമിക്കണം. റെഡിയല്ലേ? പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസ്സുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാനായി 80060606336 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.